ബംഗ്ലാദേശിൽ ലിബറേഷൻ മൂവ്മെന്റിൽ പങ്കെടുത്തവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഗവൺമെന്റ് ജോലികളിൽ 30% സംവരണം നൽകുന്നതിനെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതാണ് പിന്നീട് കലാപമായത്. പ്രതിഷേധക്കാരെ നേരിടാൻ അവാമി ലീഗ് റോഡിലിറങ്ങി. പ്രക്ഷോഭത്തിന് തുടക്കം സമാധാനപരമായിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ സ്വഭാവം മാറി. മിലിറ്ററി കർഫ്യൂ പ്രഖ്യാപിച്ചു. ആശയവിനിമയത്തിനുള്ള എല്ലാ സാധ്യതകളും അടച്ചു. ഒന്നും പുറം ലോകത്തെത്താതിരിക്കാൻ ഇന്റർനെറ്റ് സേവനം നിർത്തി. രാജ്യത്തെ സ്കൂളുകളും കോളേജുകളും അടച്ചുപൂട്ടി. രാജ്യത്ത് 300-ലേറെ പേർ മരിക്കുകയും 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജോലി സമരത്തിൽ തുടങ്ങിയ പ്രക്ഷോഭത്തിൽ രാജ്യം നിന്ന് കത്തി. അവസാനം രാജ്യം വിട്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു. പ്രക്ഷോഭകർ പറയുന്നത് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു ഏകാധിപതിയാണെന്നാണ്. ധ്രുവ് റാഠിയുടെ ബംഗ്ലാദേശ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വീഡിയോയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഷെയ്ഖ് ഹസീന ഏകാധിപതിയായിരുന്നു. ധ്രുവിൻ്റെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് BJP നേതാക്കൾക്ക് ഇപ്പോൾ ധ്രുവിനെ അടിക്കാൻ ഒരു വടി കിട്ടിയ സന്തോഷത്തിലാണ്. നൂറ്റാണ്ടിൻ്റെ ജോക്കർ എന്ന് ധ്രുവിനെ പരിഹസിക്കാൻ അവർ അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോ മുറിച്ചെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ധ്രുവ് ബംഗ്ലാദേശിനെയും ഇന്ത്യയും താരതമ്യം ചെയ്യുന്നതാണ്. ഹാപ്പി ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ ബംഗ്ലാദേശ് മുന്നിലാണെന്ന് ധ്രുവ് അന്നത്തെ സാഹചര്യം വിലയിരുത്തിയാണ് പറഞ്ഞത്. പക്ഷേ അതെടുത്താണ് ഇപ്പോൾ ധ്രുവിനെ അടിക്കുന്നത്. അതിന് കണക്കിന് മറുപടിയും ധ്രുവ് നൽകിയിട്ടുണ്ട്. ഇത് 4 വർഷം പഴക്കമുള്ള വീഡിയോയാണ്. ഏറ്റവും പുതിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കൃത്യമായിരുന്നു. നിങ്ങളുടെ സ്വന്തം മണ്ടത്തരം പുറത്തു പറയുകയും നിങ്ങളെ പിന്തുടരുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ധ്രുവിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിൻ്റെ കാരണം പറഞ്ഞാണ് ധ്രുവ് തുടങ്ങുന്നത്. പ്രക്ഷോഭത്തിൻ്റെ കാരണം സംവരണമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ജോലി സംവരണത്തിലെ കോട്ടയെ എതിർത്തായിരുന്നു ബംഗ്ലാദേശിലെ യുവജനങ്ങൾ തെരുവിലിറങ്ങിയത്. എന്താണ് സർക്കാർ കൊണ്ടുവന്ന കോട്ട? ഗവൺമെൻറ് ജോലികളിലെ 56% സമൂഹത്തിലെ വിവിധ വിഭാഗക്കാർക്ക് മാറ്റിവെക്കുന്നതായിരുന്നു അത്. അതായത് മെറിറ്റ് അടിസ്ഥാനത്തിൽ 44% എന്ന് ചുരുക്കം. ഇത് ഇന്ത്യയിൽ നിന്ന് ഏറെ വ്യത്യാസവുമാണ്. കാരണം ബംഗ്ലാദേശിൽ ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല സംവരണം. ഇതിൽ ബഹുഭൂരിപക്ഷം സംവരണം ചെയ്യപ്പെട്ടത് ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത കുടുംബങ്ങളുടെ ബന്ധുക്കൾക്കായിരുന്നു. ഇത് മനസ്സിലാകണമെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ചരിത്രം പറയണം. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി 1600 കിലോമീറ്റർ അകലത്തിൽ പാകിസ്ഥാൻ 2 ഭൂപ്രദേശങ്ങളായി കിടന്നു. തുടക്കത്തിൽ തന്നെ ഇരു പ്രദേശങ്ങളും തമ്മിൽ കല്ലുകടിയായിരുന്നു. ഭാഷ, സംസ്കാരം, വംശീയത എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും 2 പ്രദേശങ്ങളും ഭിന്നിച്ചു നിന്നു. 7% ജനങ്ങൾ മാത്രം സംസാരിക്കുന്ന ഉറുദുവിന് പകരം ഭൂരിപക്ഷ ഭാഷയായ ബംഗാളിയെ ഔദ്യോഗിക ഭാഷയാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും സമരത്തിനിറങ്ങി. കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനുകൾ തമ്മിലുള്ള അകലം കൂടിക്കൂടി വന്നു. സർക്കാർ തലത്തിലും സിവിൽ സർവീസ് തലത്തിലും സൈന്യത്തിലുമൊക്കെ കിഴക്കൻ പാകിസ്ഥാൻകാർക്ക് അവഗണന നേരിടേണ്ടി വന്നു. 1970 കിഴക്കൻ പാകിസ്ഥാനിൽ വീശിയടിച്ച ബോലോ ചുഴലിക്കാറ്റ് 5 ലക്ഷത്തോളം ആളുകളുടെ ജീവൻ ഹാനി വരുത്തി. കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ രക്ഷാപ്രവർത്തനങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചില്ല. ഇത് ജനങ്ങളിൽ കടുത്ത അതൃപ്തി വളർത്തി. 1970-71 പാകിസ്ഥാൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് യഥാർത്ഥ പ്രശ്നം തലപൊക്കിയത്. കിഴക്കൻ പാകിസ്ഥാനിലെ ഭൂരിപക്ഷം സീറ്റുകളും അവാമി ലീഗ് നേടി. അവാമി ലീഗിൻ്റെ നേതൃത്വത്തിൽ ഭരണകൂടം രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകളും അലസി. പ്രസിഡന്റ് യഹിയ ഖാൻ പാർലമെൻറ്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു. ഇതോടെ കിഴക്കൻ പാകിസ്ഥാൻ ഇളകി മറിഞ്ഞു. മാർച്ച് 4-ന് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചു. സായുധധാരികളായ പട്ടാളക്കാർ 1971 മാർച്ച് 26-ന് മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 10 ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. 1971 ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി. അന്ന് പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കുമായി രാജ്യത്തെ തൊഴിൽ സംവരണം ചെയ്തതാണ് ഇപ്പോഴുണ്ടായ പ്രശ്നത്തിൻ്റെ മൂല കാരണം. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം നൽകുമെന്ന സർക്കാർ തീരുമാനമാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 170 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ 1/5 പേർക്കും ജോലിയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു സർക്കാർ നടപടി. 1972 രാജ്യത്തിൻ്റെ സ്ഥാപക നേതാവും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഈ സംവരണ സംവിധാനം കൊണ്ടുവരുന്നത്. തുടക്കത്തിൽ 30% സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും 10% സ്ത്രീകൾക്കും 10% വിവിധ ജില്ലക്കാർക്കും 5% ഗോത്രവർഗ്ഗക്കാർക്കും 1% ഭിന്നശേഷിക്കാർക്കുമായിരുന്നു സംവരണം. സ്വാതന്ത്ര്യ സമരത്തിന് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ കുടുംബത്തിനുമുള്ള സംവരണം തുടരുന്നത് അനീതിയാണെന്നും വിദ്യാർത്ഥി സമൂഹം പറയുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ഏറിയ പങ്കും മുജീബുർ റഹ്മാൻ്റെ പാർട്ടി പ്രവർത്തകരാണെന്നതിനാൽ സംവരണത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ അവാമി ലീഗാണെന്നാണ് വിമർശനം. സർക്കാർ ഈ വ്യവസ്ഥ പിൻവലിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധമാണ് പിന്നീട് അരങ്ങേറിയത്. മെറിറ്റ് അടിസ്ഥാനത്തിൽ ജോലി നൽകണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് ചെവികൊള്ളാൻ ഹസീനയോ ഭരണകക്ഷി MP മാരോ തയ്യാറായില്ല.
1997 സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണത്തിലേക്ക് അവരുടെ മക്കളെയും 2010 പേരക്കുട്ടികളെയും ഉൾക്കൊള്ളിക്കാമെന്ന ഉത്തരവും വന്നു. എല്ലാ വർഷവും 4 ലക്ഷം ബിരുദധാരികളാണ് ബംഗ്ലാദേശിലെ കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. കുറഞ്ഞ ജോലി അവസരങ്ങളും തൊഴിലില്ലായ്മയും അതിൻ്റെ പാരമ്യത്തിലാണ് ബംഗ്ലാദേശിൽ. 2018 കോട്ട സംവരണം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രംഗത്തെത്തി. പ്രക്ഷോഭം അക്രമാസക്തമായി. കോട്ടയെ അംഗീകരിക്കുന്നവരും വിദ്യാർത്ഥികളും ഇരുചേരിയിലായി. സമ്മർദ്ദത്തെ തുടർന്ന് ബംഗ്ലാദേശ് സർക്കാർ 2018 ഒരു സർക്കുലർ പുറത്തിറക്കി. കോട്ട സിസ്റ്റത്തിൽ നിന്ന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്ലാസ് ജോലികൾ ഒഴിവാക്കി. എന്നാൽ പ്രശ്നം ഇവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ 2021 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിൽപ്പെട്ട 7 വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. കോട്ട സിസ്റ്റം പിൻവലിച്ചതിനെതിരെയായിരുന്നു അത്. 2024 ജൂൺ 5 ഹൈക്കോടതി അപേക്ഷകരുടെ വാദങ്ങളിൽ ശരിയുണ്ടെന്ന നിലപാടെടുത്തു. ഗവൺമെൻറ് ഈ വാദം അംഗീകരിച്ചു. 30% സംവരണം എന്നത് വീണ്ടും കൊണ്ടുവരാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ഇത് പ്രക്ഷോഭകരെ കൂടുതൽ ചൊടിപ്പിച്ചു. കോട്ട സിസ്റ്റം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ വിളിച്ചു പറഞ്ഞു. കോട്ടയുടെ പേരിൽ അഴിമതിയും നടക്കുന്നുണ്ട്. ആരാണ് തീരുമാനിക്കുന്നത് ഇവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണോ അല്ലയോ എന്ന്? 15 വർഷമായി തുടർച്ചയായി ബംഗ്ലാദേശ് ഭരിക്കുന്നത് അവാമി ലീഗാണ്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയും. അതായത് അവാമി ലീഗുകാർ ആയിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്നാണ് വെപ്പ്. അങ്ങനെ വന്നാൽ സംവരണം ചെയ്യപ്പെടുന്നത് അവാമി ലീഗ് പ്രവർത്തകർക്കാണ്. ഇതിൽ തന്നെ 60,000 പേരുകൾ വ്യാജമാണെന്നാണ് ആരോപണം. ജൂലൈ 10 കേസ് സുപ്രീം കോടതി പരിഗണിച്ചു. സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. പക്ഷേ പ്രക്ഷോഭം അവസാനിച്ചില്ല. വിദ്യാർത്ഥികളും അധ്യാപകരും ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടികളും സമരത്തിൽ പങ്കാളികളായി. സമരത്തെ നേരിടാൻ പാരാമിലിറ്ററി സൈനികരെ രംഗത്തിറക്കി. പോലീസ് ടിയർ ഗ്യാസും റബ്ബർ ബുള്ളറ്റും ഗ്രനേഡും പ്രയോഗിച്ചു. വിഷയത്തിൽ UN ഇടപെടലുണ്ടായി. ഗവൺമെൻറ് പ്രക്ഷോഭകാരികളെ അനാവശ്യമായി പ്രകോപിപ്പിക്കുകയാണെന്ന ആക്ഷേപം ഉയർന്നു. ബംഗ്ലാദേശ് സ്റ്റുഡൻസ് ലീഗും പ്രക്ഷോഭകാരികളും തമ്മിൽ ഏറ്റുമുട്ടി. അവാമി ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് സ്റ്റുഡൻസ് ലീഗ്. ഇരുപക്ഷത്തുള്ളവർക്കും നഷ്ടങ്ങളുണ്ടായി. നിയമമന്ത്രി ഗവൺമെൻറ്റിൻ്റെ ഭാഗം പറഞ്ഞു. ഗവൺമെൻറ് പ്രക്ഷോഭകാരികളെ കേൾക്കാൻ റെഡിയാണെന്നതായിരുന്നു അത്. ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രക്ഷോഭം പുറത്തേക്ക് വ്യാപിച്ചു. ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മിറ്റിയെ വെച്ചു. സുപ്രീം കോടതിയുടെ വിധി വരുന്നതുവരെ കാത്തു നിൽക്കണമെന്നായിരുന്നു അവാമി പാർട്ടി ലീഡറുടെ പ്രസ്താവന. ആ സമയത്ത് ഷെയ്ഖ് ഹസീന മൗനം പാലിച്ചു. മറിച്ച് പ്രശ്നത്തെ വഴിതിരിച്ചുവിടാനാണ് അവർ ശ്രമിച്ചത്. എന്തിനാണ് പ്രക്ഷോഭകാരികൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇത്ര ദേഷ്യമെന്നാണ് ഷെയ്ഖ് ഹസീന ചോദിച്ചത്. ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കൊച്ചുമക്കൾക്കല്ലാതെ റസാക്കർമാരുടെ പേരക്കുട്ടികൾക്കാണോ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത് എന്ന് ഹസീന ചോദിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് പാകിസ്ഥാനൊപ്പം നിന്നവരെ രാജ്യദ്രോഹികൾ എന്ന അർത്ഥത്തിൽ കൂടി വിളിക്കപ്പെടുന്നതാണ് റസാക്കർമാർ എന്നത്. മുജീബുർ റഹ്മാൻ അധികാരത്തിലെത്തിയ ശേഷം റസാക്കർമാരെ തേടിപ്പിടിച്ച് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ 21 ബംഗ്ലാദേശ് സുപ്രീം കോടതി വിഷയം അടിയന്തരമായി പരിഗണിക്കുകയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി സംവരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതി വിധിയോടെ പ്രക്ഷോഭത്തിന് താൽക്കാലിക ശമനമായെങ്കിലും ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് വീണ്ടും പ്രക്ഷോഭം ശക്തിയാർജിച്ചു. ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതെടുത്ത് ആഘോഷിച്ചു. വിദ്യാർത്ഥികളുടെ സമരത്തിന് വിദേശ ധനസഹായം എന്നാണ് സുധീർ ചൗധരി പറഞ്ഞത്. വെസ്റ്റ് ബംഗാളിലെ വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിലെ കലാപകാരികളോടൊപ്പം ചേർന്ന് ഇന്ത്യയിലും സംവരണത്തിൽ മാറ്റം വരുത്തണമെന്ന വാദം ഉന്നയിച്ചെന്നും സുധീർ ചൗധരി വിളിച്ചു പറഞ്ഞു. ഇതെങ്ങനെ സാധ്യമാകും? എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത്? ഇന്ത്യയിലെ സംവരണം ജാതി അടിസ്ഥാനത്തിലാണ്. ബംഗ്ലാദേശിലേത് അങ്ങനെയല്ല താനും. ഇന്ത്യയിൽ ഇപ്പോഴും അയിത്തവും ജാതി വിവേചനവും കടുത്ത രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഗോദി മീഡിയ ഇതൊന്നും കാണുന്നില്ല. ജാതി വിവേചനത്തിലെ ആക്രമണങ്ങളെ തള്ളിപ്പറയാൻ പോലും തയ്യാറാവുന്നില്ല. അവിടെയാണ് ഇന്ത്യൻ ജേർണലിസ്റ്റുകൾ ബംഗ്ലാദേശിലെ ഫ്രീഡം ഫൈറ്റേഴ്സിന് നൽകുന്ന സംവരണവുമായി ഇന്ത്യയുടെ സംവരണത്തെ താരതമ്യം ചെയ്യുന്നത്. ബംഗ്ലാദേശിലേത് അവരുടെ സാമൂഹ്യനീതിക്കുള്ള പോരാട്ടം കൂടിയാണ്. അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് കൂടിയാണ്. ജൂലൈ 21 ബംഗ്ലാദേശ് സുപ്രീം കോടതി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി സംവരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. 93% സർക്കാർ ജോലികളിലും മികവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്തിയാൽ മതിയെന്നായിരുന്നു കോടതി വിധി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർക്ക് 30% സംവരണം നൽകിയിരുന്നത് 5% സുപ്രീം കോടതി വെട്ടിക്കുറച്ചു. ബാക്കി 2% പിന്നാക്ക ജില്ലകളിൽ നിന്നുള്ളവർക്കും ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്താണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ പ്രശ്നം? അത് തൊഴിലില്ലായ്മ തന്നെയാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് ബംഗ്ലാദേശിലെ തൊഴിലില്ലായ്മയുടെ മടങ്ങ് വളരെ വലുതാണ്. 18 ലക്ഷം യുവാക്കളാണ് ജോബ് മാർക്കറ്റിലേക്ക് വർഷം തോറും എത്തുന്നത്. 170 മില്യൺ ജനങ്ങളുള്ള രാജ്യത്ത് 30 മില്യണിലധികം തൊഴിലില്ലാത്തവരാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ ദയനീയമാണ്. പ്രക്ഷോഭകാരികളെ അവർ റസാക്കറുകൾ എന്ന് വിളിച്ചു. ഏകാധിപതിയെന്ന് അവർ ഷെയ്ഖ് ഹസീനയെ തിരിച്ചു വിളിച്ചു. ഇങ്ങനെ പറഞ്ഞാണ് ധ്രുവ് തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്.